ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. ആ അതുപോലെ തന്നെ വനിതാ സംഗമങ്ങൾ, വിദ്യാർത്ഥി യുവജന സംഗമങ്ങൾ, മതപ്രസംഗ പരമ്പര തുടങ്ങിയ ഒട്ടേറെ വ്യതിരിക്തമായ പരിപാടികളൊക്കെ ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നുണ്ട്. ഞാൻ കടന്നു വരുമ്പോൾ വനിതാ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ സഹോദരിമാരുണ്ട്. എനിക്ക് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, ഏത് കാലഘട്ടത്തെക്കാളേറെ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളുടെ വളർച്ചയോടൊപ്പം നമ്മുടെ രണ്ട് കണ്ണുകൾ പോരാ, നമ്മുടെ കണ്ണും കാതും അവർക്ക് നേൽ അങ്കുരിപ്പിക്കേണ്ടുന്ന ജാഗ്രവത്തായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടുന്ന ഒരു കാലമാണ് ഈ കാലം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രതികൂലമായ പശ്ചാത്തലത്തിലാണ് അവരുടെ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ധാർമ്മികമായ മൂല്യശോഷണം സംഭവിച്ച ഒരു കാലം. ഹൈന്ദവ പുരാണത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു കലിയുഗമാണ്. ഈ കലിയുഗത്തിലാണ് നമ്മളൊന്നും നമ്മുടെ മനസ്സിനകത്ത് സങ്കല്പിക്കാൻ കഴിയാത്ത വണ്ണം, അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും പറ്റാത്ത വണ്ണമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് പത്രങ്ങളിലൊക്കെ അവിടെ അങ്ങനെ നടന്നു, ഇവരിങ്ങനെ നടന്നു ഒക്കെ കേട്ടു. പക്ഷെ ഇപ്പോൾ അവരവരുടെ നാട്ടിനകത്ത് തന്നെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. എൻ്റെ മോൻ നല്ല മോനാണ്, എൻ്റെ മോൾ നല്ല മോളാണ്, അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും എന്ന് ഓരോ ഉമ്മയും ഉപ്പയും അഭിമാനത്തോടെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റാത്തൊരു കാലമാണ്. കാരണം എന്തേ? സ്വന്തം കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കുള്ള പണ്ട് വളരെ വലുതായിരുന്നു പങ്ക്. എന്നാൽ ഇപ്പോൾ ആ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ ചുരുക്കമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് അവരവരുടെ കൂട്ടാളികളുടെ സഹവർത്തിത്വമാണ്. അവരുടെ സഹപാഠികളുടെ കൂട്ടായ്മയിലൂടെയാണ് അവരുടെ സ്വഭാവ രൂപീകരണം ഉരുത്തിരിഞ്ഞു വരുന്നത്. ആരാണോ കൂട്ടാളി, ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചിലപ്പോൾ ചില സംഭവങ്ങൾ അറിയുമ്പോൾ നമ്മൾ പോയി ഞെട്ടിപ്പോവും. കേരളത്തിനകത്ത് പുകവലി കുറഞ്ഞു എന്ന് നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. പുകവലി ഇപ്പോൾ ഇല്ല, വളരെ കുറവാണ്. വളരെ ആരായിപ്പോൾ അങ്ങനെ വലിക്കുന്ന ആളുകൾ, പണ്ട് നമ്മളൊക്കെ വീട്ടിലെല്ലാവരും ആണുങ്ങളൊക്കെ വലിക്കും. ഇപ്പോൾ ചെറുപ്പക്കാരൊന്നും അങ്ങനെ പുകവലിക്കാറില്ല. അങ്ങനെ പുകവലിയില്ല എന്ന് അഭിമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ എന്താ അതിനേക്കാൾ ഭയാനകമായ, അതിനേക്കാൾ മാരകമായ മയക്കുമരുന്നുകൾ പിടികൂടിയിരിക്കുന്നു. കഞ്ചാവും വില കൂടിയ മാരകമായ മരുന്നുകളും അതുപോലെ തന്നെ ഈ മദ്യാസക്തി ബാധിച്ച ഒരു തലമുറയും നമ്മുടെ നാടിൻ്റെ ശാപമായി മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ ഇരകളെന്ന് പറയുന്നത് കുട്ടികളാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, 7ാം തരവും 8ാം തരവും പഠിക്കുന്ന കുട്ടികളാണ് ഈ മയക്കുമരുന്ന് മാഫിയകളുടെ അവരുടെ ഇരകൾ എന്ന് പറയുന്ന അവരാണ്. അപ്പോൾ അറിയാതെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇതിനകത്ത് വീണ് പോവുകയാണ്. അതിന് ഏറ്റവും സൗകര്യപ്രദമായ നിലയിൽ കഞ്ചാവ് എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും, എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയായി വന്നു. തലപ്പാടിയിൽ മഞ്ചേശ്വരം പോലീസ് ചെക്ക് പോസ്റ്റ് അധികൃതരും ചേർന്ന് പിടിച്ച ഒരു മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് പിടിച്ച സംഭവം കണ്ടപ്പോൾ പുസ്തകത്താളുകളിൽ വെക്കാൻ പറ്റിയ ഇതുപോലുള്ള കടലാസിനകത്ത് മനോഹരമായി കുറേ നമുക്ക് ഹൈന്ദവ സഹോദരിമാരൊക്കെ പുരുഷന്മാർ ഈ പൊട്ട് വെക്കാറില്ലേ തലക്ക്, എന്നതുപോലെ ചെറിയ പൊട്ട് പോലത്തെ സാധനം ഈ പേപ്പറിനകത്ത് ഒട്ടിച്ചു വച്ചിരിക്കുന്നു. ഇതാണ് ഈ മയക്കുമരുന്ന്. ഈ ഒരു സാധനം എടുത്ത് നാവിൻ തുമ്പത്ത് വെച്ചാൽ മതി, സ്വർഗത്തിലേക്ക് എത്തിക്കൊള്ളും. ഒരു പേപ്പറിനകത്ത് ഏതാണ്ട് 10-14 ഉണ്ടാകും. ഈ ഒരു പേപ്പറിന് 1200 രൂപയാണ് വില. ഇത് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഈ പേപ്പർ അവരവൻ പഠിക്കുന്ന പാഠപുസ്തകത്തിൻ്റെ കടലാസിനടിയിൽ തിരികെ വെക്കും. ആവശ്യാനുസരണം ഇതൊന്നും എടുത്തിട്ട് നാവിൻ തുമ്പത്ത് വെക്കും. ആ നിലയിലേക്ക്, ഏറ്റവും സൗകര്യപ്രദമായ നിലയിൽ, ഏറ്റവും എളുപ്പത്തിൽ ഇത് കൊണ്ടു നടക്കാൻ, വിൽപ്പന നടത്താൻ, ആ നിലയിലേക്കാണ് ഈ മാഫിയകൾ പിടിമുറുക്കിയിരിക്കുന്നത്. കേരളത്തിനകത്ത് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഇവരുടെ മുഖ്യമായ ലക്ഷ്യം. എല്ലായിടത്തുനിന്നും കേൾക്കുന്ന വാർത്തകൾ ഭയാനകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെയൊക്കെ
പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മഹാനായ CH പറഞ്ഞു, ആൺകുട്ടി പഠിച്ചാൽ അവൻ പഠിച്ചു, പക്ഷേ പെൺകുട്ടി വിദ്യാഭ്യാസം നേടിയാൽ ആ കുടുംബം വിദ്യാഭ്യാസം നേടി എന്നാണ് CH പറഞ്ഞത്. എന്താണ് കാരണം? 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു ഉമ്മ തൻ്റെ മക്കളെ തന്നെക്കാളേറെ പഠിപ്പിക്കാൻ, +2 വരെയെങ്കിലും പഠിപ്പിക്കാൻ താല്പര്യം കാണിക്കും. +2 വരെ പഠിപ്പിച്ച ഉമ്മ തൻ്റെ മക്കളെ ഡിഗ്രി പഠിപ്പിച്ചിട്ടേ അടങ്ങൂ. ഡിഗ്രി പഠിച്ച ഒരു ഉമ്മ തൻ്റെ മക്കളെ ഒന്നുകിൽ പ്രൊഫഷണൽ കോളേജിലേക്കോ അല്ലെങ്കിൽ PG എടുക്കാതെ സമ്മതിക്കില്ല. ആ ഒരു മനസ്സിൻ്റെ ത്വരയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി വിദ്യാഭ്യസിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ കുടുംബം ആകമാനം വിദ്യാഭ്യാസം നേടിയെന്ന് അനുമാനിക്കണം. ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്ത്, സ്കൂളിൻ്റെ പടിവാതിക്കൽ കടന്നു പോവാൻ വയ്യാത്ത വണ്ണം അല്ലെങ്കിൽ പോവാൻ താല്പര്യമില്ലാത്ത വണ്ണം പെൺകുട്ടികൾ പഠിക്കുന്നത് ശരിയല്ല എന്ന് ഒരു പക്ഷേ കേരളത്തിനകത്ത് ഒരു കാലഘട്ടത്തിൽ വലിയ മുദ്രാവാക്യമായി ഉയർന്ന ഒരു കാലത്താണ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പെൺകുട്ടികളോട് വിദ്യാഭ്യസിക്കണം, നിങ്ങൾ പഠിക്കണം, മിടുക്കരായി വളരണം എന്ന് 1000 തവണ പറഞ്ഞ ഒരു മനുഷ്യനാണ് CH മുഹമ്മദ് കോയ സാഹിബ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് പൈസ കൊടുത്ത ഒരു സർക്കാർ 1967 മഹാനായ CH കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ് മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ എവിടെയും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിലേക്ക് അയച്ചോളൂ, അയക്കുമ്പോൾ പൈസ തരാം, അങ്ങനെ പറഞ്ഞിട്ടാണ് നാമമാത്രമായ തുകയാണെങ്കിൽ പോലും ഒരു പ്രോത്സാഹനം എന്നോണം ആ ഒരു മെസ്സേജ് സമൂഹത്തിന് മഹാനായ CH സമർപ്പിച്ചു. അങ്ങനെയാണ് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വന്നു. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 1ാം സ്ഥാനം കിട്ടിയത് ആർക്കാണ്? മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശിയായ ഹിബ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി. പിതാവ് മരിച്ചുപോയി, അനാഥയായി വളർന്നു വന്ന ഒരു പൊന്നുമോൾ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പെൺകുട്ടി എൻട്രൻസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടി. ആ പെൺകുട്ടി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളൊക്കെ പറഞ്ഞു, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഇങ്ങനെ ഒരു ഹിബയെ കണ്ടെത്താൻ, ഇങ്ങനെ 1ാം റാങ്കുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടി എന്തെങ്കിലും പടച്ച തമ്പുരാനെ ഏതെങ്കിലും ഒരു കാലത്ത് വരുമോ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു മഹാൻ, അതായിരുന്നു CH. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി നമ്മളൊക്കെ പഠിച്ചു. എൻ്റെ മുന്നിലിരിക്കുന്ന ഏതാണ്ട് ചെറുപ്പക്കാരികളായ ഒട്ടേറെ സഹോദരിമാരുണ്ട്. നിങ്ങളൊക്കെ നന്നായി പഠിച്ചവരായിരിക്കും. നിങ്ങളുടെ മക്കളെയും നിങ്ങളെക്കാളേറെ നല്ലവരായി, മിടുക്കരായി വളർത്തണം. അങ്ങനെ വളർത്തുമ്പോൾ അവരെ നല്ല ഡോക്ടറായി, നല്ല എഞ്ചിനീയർമാരായി മാത്രം ചിന്തിച്ചാൽ പോരാ. അവർ നല്ല മക്കളായി വളരണം. അവർ മാതൃകായോഗ്യരായ കുഞ്ഞുങ്ങളായി വളർത്തണം. അവിടെയാണ് മിടുക്ക്. ട്യൂഷൻ അയച്ച്, നല്ല ഫാക്കൽറ്റിയെ വെച്ച്, നല്ല അധ്യാപകരെ വെച്ച് നിരന്തരമായി പഠിപ്പിച്ചാൽ പഠിക്കും കുട്ടികൾ. പക്ഷെ അങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ. നന്മയാർന്ന പ്രവർത്തനം മനസ്സിനകത്ത് വരുന്ന, ആർദ്രമായ മനസ്സുണ്ടാവുന്ന, വേദനിക്കുന്ന, തൻ്റെ കൂടെ പഠിക്കുന്നവൻ്റെ വേദന അത് തൻ്റേതു കൂടിയാണ് എന്ന് തിരിച്ചറിയുന്ന ആർദ്രമായ മനസ്സിനുടമയായ ആ കുഞ്ഞുങ്ങളെ വളർത്തണം. ആ നിലയിലേക്ക് നന്മയുടെ മക്കളായി അവർ വളർത്താനുള്ള ജാഗ്രത നമ്മൾ പാലിക്കണം. നല്ല ഡോക്ടർമാരായി, നല്ല എഞ്ചിനീയർമാരായി എന്ന് മക്കളെക്കുറിച്ച് അഭിമാനിക്കുമ്പോൾ ആരെങ്കിലും പറയോ, എൻ്റെ മോൻ ഡോക്ടറാണ് പക്ഷേ മുഴുക്കുടിയനാണ്, അങ്ങനെ പറയാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? എൻ്റെ മകൻ നല്ല എഞ്ചിനീയറാണ് പക്ഷേ അത്യാവശ്യം കഞ്ചാവടിക്കും എന്നാരെങ്കിലും പറയാൻ ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കില്ല. അവിടെയാണ് വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല മക്കളായി, അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന് തന്നെയാണ്. അല്ലാതെ ഡോക്ടറും എഞ്ചിനീയറും മാത്രമായതുകൊണ്ട് കാര്യമില്ല, വലിയ IAS എടുത്തിട്ട് കാര്യമില്ല. നല്ല മനുഷ്യനാവുക, നല്ല വ്യക്തിത്വം ഉടമയാവുക, അതായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. മഹാനായ സോക്രട്ടീസ് എന്ന ചിന്തകൻ പറഞ്ഞു, ആദ്യം വിദ്യാർത്ഥികളോട് തൻ്റെ കൂടെ ശിക്ഷകടങ്ങളോട് സോക്രട്ടീസ് പറഞ്ഞു, നീ ആദ്യം നിന്നെ അറിയുക. നീ നിന്നെ അറിഞ്ഞാൽ നീ സ്വമേധയാ സമൂഹത്തെ തിരിച്ചറിയും. അങ്ങനെ നീ നല്ല മനുഷ്യനാകും. അത് തന്നെയാണ് പറയാനുള്ളത്. ആദ്യം നമ്മളെ അറിയുക. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ ഏറ്റവും മിടുക്കരായി, ഏറ്റവും മിടുക്കികളായി വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ കുടുംബത്തിനും സമൂഹത്തിനും മാതൃകായോഗ്യരായ മക്കളായി വളർത്താൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒട്ടേറെ പരിപാടികൾ നടക്കാനുണ്ട്. അർ റഹ്മ എന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്
ജീവകാരുണ്യ മേഖലയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് പ്രായപൂർത്തിയായി കല്യാണപ്രായം കഴിഞ്ഞ് പുര നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരിമാരുടെ കണ്ണീരൊപ്പാൻ, അവർക്കൊരു ദാമ്പത്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ ഉള്ള വിവാഹ ധനസഹായം ഏറ്റവും പ്രാധാന്യമേറിയത് തന്നെയാണ്. ഇസ്ലാമിൽ, ശുദ്ധമായ ദീനിൽ എല്ലാ കാര്യത്തിലും സമാധാനമാണ് ഇസ്ലാം പറയുന്നത്. സമാധാനത്തോടെ ചെയ്യുക, എല്ലാം സംയമനത്തോടെ, വളരെ വളരെ പതുക്കെ മതി, തിരക്ക് കൂട്ടണ്ട. പക്ഷേ തിരക്ക് കൂട്ടാൻ ഇസ്ലാം പറയുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന്, മരിച്ചുപോയ മയ്യത്ത് എത്രയും പെട്ടെന്ന് കബറടക്കിക്കണം. അങ്ങനെ മയ്യത്ത് അനന്തമായി കഫൻ ചെയ്ത് കുറേ ആളുകളെ കാത്തുനിന്ന് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. മരിച്ച മയ്യത്ത് എത്രയും പെട്ടെന്ന് മറവ് ചെയ്ത് വെക്കണം. രണ്ടാമത്തെ കാര്യം ഇസ്ലാം തിടുക്കം കാണിക്കാൻ പറയുന്നത്, കല്യാണപ്രായം കഴിഞ്ഞ പെണ്ണിന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുത്തേക്കണം. ഈ 2 വിഷയങ്ങളിലാണ് ഇസ്ലാം വല്ലാതെ തിടുക്കം കാണിക്കുന്നത്. അങ്ങനെ തിടുക്കം കാണിക്കാൻ നമ്മോട് പറഞ്ഞ വിശ്വാസി സമൂഹം ഏതെങ്കിലും സാമ്പത്തികമായ പ്രയാസങ്ങൾ മൂലം അങ്ങനെ സ്വന്തം മകളെ കെട്ടിച്ചേക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന ഉപ്പമാരുടെ മുഖം നമ്മുടെ മുന്നിലുണ്ട്. ആ വേദന ഉൾക്കൊണ്ട് അവരെ ഒരു കൈ സഹായിക്കാനുള്ള അർറഹമയുടെ ഏറ്റവും ശ്രദ്ധേയമായ ദൗത്യം അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നന്മയാഗ്രഹിക്കുന്ന, അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിക്കുന്ന മുഴുവൻ ആളുകളും ഈ ദൗത്യത്തിൽ ഈ ട്രസ്റ്റുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സംഘാടകർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കൂടെ യുവജന സംഗമം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ 2 മണിക്കാണെങ്കിൽ പോലും അവർ നേരത്തെ ചടങ്ങ് സംഘടിപ്പിച്ചത് കൊണ്ട് ആ ചടങ്ങിലാണ് യഥാർത്ഥത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടിയിരുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ യുവതയുടെ എല്ലാ തരത്തിലുമുള്ള സേവനം ഈ സമൂഹത്തിന് നല്ല മനസ്സോടു കൂടി ചെയ്യാൻ കഴിയുന്ന നിലയിൽ കർമ്മോത്സുകരായ ചെറുപ്പക്കാരുടെ ഒരു നിരയെ വളർത്തിയെടുക്കാൻ ഈ കൂട്ടായ്മക്കും ഈ സംഗമത്തിനും കഴിയണം. ആ നിലയിലേക്കുള്ള ഒരു പ്രചോദനം ഈ സംഗമം അതിന് കൊടുക്കുമാറാകട്ടെ, പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം യുവജന സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നാമത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ യുവജന സംഗമം സെഷനിലാണ് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത്. ഈ യുവജന സംഗമത്തിൽ ആശംസ നേരുന്നവരായി കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് നജീബ് തൃക്കരിപ്പൂറിനെ സാദരം ക്ഷണിക്കുന്നു. യുവജന സംഗമത്തിൽ ക്ലാസ് എടുക്കേണ്ട ബഷീർ എഡാട്ട് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രിയങ്കരനായ അധ്യക്ഷൻ ബഷീർ ആറങ്ങാടി, വേദിയിലുള്ള യുവജന സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സാഹിബ്, പ്രിയപ്പെട്ട അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നാൾക്കുനാൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ് അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളത്. ഷാദിയ റഹ്മ 2016 എന്ന് പേര് നൽകിക്കൊണ്ട് തൻ്റേതായ കാരണത്താലല്ലാതെ സാമ്പത്തികമായി വളരെയധികം പിന്നോട്ട് പോയി എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് ഒരു ജീവിതം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി അവർക്കൊരു പുതുജീവൻ നൽകിക്കൊണ്ടാണ് ഈ ട്രസ്റ്റ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നമുക്കറിയാമല്ലോ, നമ്മുടെ മഹാനായ നേതാവ് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ
അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒട്ടനവധി സഹായങ്ങൾ അദ്ദേഹം നൽകിയതായി നമുക്ക് കാണുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ നാം മുന്നേറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഈ കേരളക്കരയിലെ നാനാജാതി മതത്തിൽപ്പെട്ടവരും ഒന്നടങ്കം അംഗീകരിക്കുന്നത് അദ്ദേഹം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ള സഹജീവി സ്നേഹത്തിലൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ മുന്നേറുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ രോഗത്താൽ പ്രയാസപ്പെടുന്നവരുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന് വളരെയധികം ട്രസ്റ്റുകൾ നാടുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് യുവജനങ്ങളാണ് എന്ന് പറയാതിരിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലുകളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെ ആയാലും അവർ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ളവർക്ക് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. മുൻകാലങ്ങളിലെ പോലെ യുവാക്കൾ ഇന്ന് സമൂഹവുമായി ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് അതിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഈ സംഗമത്തിൽ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ഡോക്ടർ ബഷീർ എഡാട്ട്, സൈക്കോളജി ഡോക്ടറാണ്, ഇൻ്റർനാഷണൽ ട്രെയിനറാണ്. അദ്ദേഹം ഇതിനു മുമ്പും നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് നമ്മുടെ സ്ത്രീകൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ അദ്ദേഹം പോകുമ്പം പറഞ്ഞതാണ്, ഇൻഷാ അല്ലാഹ് ഇനിയും അവസരം കിട്ടിയാൽ ഞാൻ ഈ പ്രദേശത്ത് വരും. ആ വാക്ക് അദ്ദേഹം ഈ നമ്മുടെ ഈ സംഘടനയുടെ പരിപാടിയിലെത്തിയതിലൂടെ പാലിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അസ്സലാമു അലൈക്കും. റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആറങ്ങാടിയുടെ ഏറ്റവും
മഹത്തായ ഏറ്റവും സന്തോഷകരമായ ഒരു സദസ്സിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. നല്ല രീതിയിൽ വ്യത്യസ്തമായ ഒത്തിരി പദ്ധതികളോട് കൂടിയുള്ള ഒരു പുതുമയുള്ള ഒരു പരിപാടിയാണ് അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഷാദി റഹ്മ 2016 എന്ന പേരിൽ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ ഒരു തിളക്കമാർന്ന പ്രകടനമായി മാറ്റാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഉള്ള വനിതാ സംഗമത്തിൽ ദീർഘസമയം ഇരുന്ന വ്യക്തിത്വങ്ങളാണ്. ഒരു ചെറിയ ട്രെയിനിങ് സെഷനാണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റിട്ട് ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. നമ്മുടെ അഫ്സ പഠനമൊക്കെ എടുത്ത ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും രാവിലെ മുതൽ വളരെ അല്ലേ, ഒരു പ്രഭാഷണമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ ട്രെയിനിങ് സെഷനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റില്ലേ? ഒന്ന് പരസ്പരം ഒന്നെല്ലാവരും ഷെയ്ക്കാൻ്റെ കൊടുത്തേ, ഷെയ്ക്കാൻ്റെ കൊടുക്കുക. പരസ്പരം ഷെയ്ക്കാൻ്റെ കൊടുക്കുക. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർക്കാർക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയാണ്. ഒന്നെല്ലാവരും ഓക്കെ, ഒന്നെല്ലാവരും ഇരുന്നോളൂ. നമ്മുടെ യുവാക്കള് നമ്മുടെ യുവാക്കള് എത്തില്ലല്ലേ? മറ്റേ മൈക്കുണ്ടോ? ഹലോ. അപ്പൊ ഒന്നുകൂടി, കുറെ വർഷമായിട്ട് ആറങ്ങാടിയിലുള്ള ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഏകദേശം ഒത്തിരി പ്രാവശ്യം ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങിന് ഇവിടെ എത്തിയത്. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് വേണ്ടിയിട്ട്, അതേപോലെ ഒരു വ്യക്തിത്വ വികസനം അത് സമഗ്രമായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൃത്യമായ ഒരു പരിപാടി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വനിതകൾക്കുള്ള ക്ലാസ്, അതോടൊപ്പം യുവജന സംഗമം. അതിലുപരിയായിട്ട് നമ്മുടെ യുവതികളും യുവാക്കളും കൂടി ഇരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ബാക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ.
സ്ത്രീകൾ കുറച്ചുകൂടി ബാക്കിലേക്ക് ഇരുന്നോളൂ. എന്നാ ഇത് കുറച്ചുകൂടി ബാക്കോട്ടേക്ക് ഇരിക്കല്ലേ. സ്ത്രീകൾ കുറച്ച് ബാക്കോട്ടേക്ക്. വെയിലുണ്ടല്ലേ. ഓക്കെ. ഹലോ ഹലോ ഒരു ട്രെയിനിങ് സെഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കുറേ പ്രതികരണങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ട്രെയിനിങ് സെഷനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഒരു നാട്ടിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശരിയായ രീതിയിലുള്ള പരിശീലനം ഇന്ന് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഒരു ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ, പലപ്പോഴും നമുക്ക് പുറത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസുകൾ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ യുവാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമുദായത്തെക്കുറിച്ച് പറയുന്ന കാര്യം അല്ലേ, നമ്മുടെ സമുദായം എന്താ? നമ്മളെല്ലാവരും എന്താണ്? മുസ്ലിം. നമ്മളെല്ലാവരും മുസ്ലിമാണ്, ശരിയല്ലേ? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും എന്താണ്? മുസ്ലിമാണ്. ഇതിൽ ഒരുപാട് എന്തുണ്ട്?
ഇപ്പം ഇവിടെ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് തന്നെ ബഷീർമാർ ഒരുപാടുണ്ട്, മുഹമ്മദ് ഉണ്ട്, റഫീഖ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഇക്ബാൽ ഉണ്ട്, ആബിദ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഹസീന, സൗദ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ശരിയാണോ? അല്ലേ? ഈ പേര് കൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു നിമിഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്നൊരു ഫാത്തിഹ മനസ്സിൽ കൊണ്ടുവന്ന് നോക്കി, ഒന്ന് കണ്ണടച്ചിട്ട് ഒരു ഫാത്തിഹ മനസ്സിലേക്ക് ഓതാം. സാവധാനം കണ്ണടച്ച് നമ്മുടെ സ്ത്രീകൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, നട്ടലൊക്കെ നിവർന്നിരുന്ന് സാവധാനം കണ്ണടച്ചുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് കളയുക. എന്നിട്ട് മനസ്സിൽ ഒരു ഫാത്തിഹ. അല്ലേ? ഫാത്തിഹേൻ്റെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ട്രെയിനിങ് ആയതുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിങ് ഉണ്ടായത് ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ്. ഇങ്ങനൊരു വലിയൊരു ഓഡിറ്റോറിയം ആയതുകൊണ്ടുള്ള ഒരു ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാലോചിക്കാം, ഫാത്തിഹ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രാർത്ഥനയാണ്, അല്ലേ? സിലാഹുൽ മോമിനി അദ്ദുആ എന്നാണ്. സിലാഹുൽ മോമിൻ, നമ്മുടെ ഒരു സത്യവിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. ഈ ഫാത്തിഹയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നത്, സൽപാന്താവിലേക്ക് നയിക്കുന്നത്, നമ്മുടെ ഉന്നതി, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദിവസം ഒരു മുസ്ലിം 17 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നമസ്കാരത്തിൽ അനുവർത്തിക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? ഇല്ലേ? ഒരു 17 പ്രാവശ്യമെങ്കിലും നമ്മൾ അനുവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു നിമിഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചിൽ കൈവച്ചിട്ട് ചോദിക്കുക, ഞാൻ പേര് കൊണ്ടാണോ മുസ്ലിം, പ്രവർത്തനം കൊണ്ട് മുസ്ലിമാണോ എന്നുള്ളത്. നമുക്ക് ഓരോ ആൾക്കാർക്കും നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാക്കി യൻളുറു ഇലാ ഖുലൂബിക്കും. തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ മനസ്സിലേക്കും പ്രവൃത്തിയിലേക്കാണ്. നമ്മുടെ മനസ്സിലേക്കും പ്രവൃത്തിയിലേക്കാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തകൾ ബാധിക്കുന്നുണ്ട്. ചിന്തകൾ ബാധിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകൾ ബാധിക്കുന്നുണ്ട്. വാക്കുകൾ ബാധിക്കുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും എൻ്റെ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ, എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നില്ല, എന്തോ ഒരു മാനസികമായിട്ടുള്ള സംഘർഷം, ഒന്നിലും ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എന്തോ ഒരു വിരക്തി പോലെ, ഇങ്ങനെ രാവിലെ ആവുന്നു, ഇങ്ങനെ രാത്രി ആവുന്നു, ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്തോഷമോ കാര്യങ്ങളോ തോന്നുന്നില്ല, ഉപ്പാനെ സ്നേഹിക്കണമെന്ന് തോന്നുന്നില്ല, ഉമ്മാനെ സ്നേഹിക്കണമെന്ന് തോന്നുന്നില്ല, അനിയനോടോ അനിയത്തിനോടോ ഒരു ഫീലിംഗ് ഇല്ല. ഒരു ഇന്നത്തെ സമൂഹം, ആധുനിക യുഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്രസീവ്, ഒരു വിഷാദാവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഇപ്പോൾ ക്ലിനിക്കിൽ ഒരു 8ാം ക്ലാസ്സിലെ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, 8ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചിരിക്കണം എന്ന് തോന്നുന്നില്ല, എനിക്ക് ചിരിക്കാൻ തോന്നുന്നില്ല. ഞാനിപ്പോൾ ഈ അടുത്ത് വന്ന 1-2 കേസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ 8ാം ക്ലാസ്സിലെ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ചിരിക്കണം തോന്നുന്നില്ല, ഉപ്പ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉപ്പാനോട് സന്തോഷം തോന്നുന്നില്ല, എനിക്ക് എൻ്റെ ഉപ്പയാണ് എന്ന് തോന്നുന്നില്ല, മനസ്സിൽ ഉപ്പയാണ് എന്ന് തോന്നുന്നില്ല. അതേപോലെ 26 വയസ്സുള്ള ഒരു യുവാവ്, നമ്മുടെ ആബിദിനൊക്കെ പോലുള്ള ഒരു യുവാവ് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു യുവാവാണ്, നല്ല സുന്ദരനായിട്ടുള്ള ഒരു യുവാവ്. പക്ഷെ ആ യുവാവ് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയവും ഭയമാണ്, മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഭയമാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ കിടക്കാൻ വേണ്ടിയിട്ട് തോന്നാണ്, ഒരു 2 മണി 3 മണി വരെ എന്ത് ചെയ്യാണ്, കിടക്കുകയാണ്. പലപ്പോഴും എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള ഒരു തോന്നല്, പിന്നെ പ്രത്യേകിച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കേണ്ട, ജീവിക്കണ്ട എന്നുള്ള തോന്നല്. പക്ഷെ ഇതെന്ത് ചെയ്യില്ല, എൻ്റെ ഉപ്പാക്കോ എൻ്റെ ഉമ്മാക്കോ എൻ്റെ സഹോദരിമാർക്കോ അറിയില്ല, എൻ്റെ ഉപ്പാക്കോ സഹോദരിമാർക്കോ അറിയില്ല. ആ വ്യക്തി പറഞ്ഞത്, എന്നെ കണ്ട സമയത്ത് ഒത്തിരി പ്രപ്പോസൽ, ഒത്തിരി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വിവാഹ ജീവിതത്തിലേക്കുള്ള ഒത്തിരി ക്ഷണങ്ങൾ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല.
ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഒരിക്കലും നമ്മുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ പ്രവൃത്തിയിലേക്കാണ്. ഇപ്പോൾ ഒരുപാട് കേസുകൾ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് അർ-റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. സമൂഹത്തിൽ നിർധനരായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യണം? സഹായിക്കണം. ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയാതെ അവിടെ പോയിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മികച്ച പ്രവർത്തനമാണ് ഈ ട്രസ്റ്റിൻ്റെ ആൾക്കാർ ചെയ്തത്. മറ്റുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രസ്റ്റുകൾ പബ്ലിക്കായിട്ട് അവരുടെ ഇസ്സത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സമൂഹമായിട്ടുള്ള ഒരു പരിപാടി നടത്തുന്ന സമയത്ത് ഷാദി റഹ്മയുടെ സംഘാടകർ ചെയ്തൊരു പരിപാടി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ആരും അറിയാതെ അവരുടെ ഇസ്സത്തിനോ ഒന്നും കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. എന്തുകൊണ്ട്? നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. നമുക്കെല്ലാവർക്കും, എനിക്ക് അഭിമാനമുണ്ട്, എൻ്റെ സഹോദരന് അഭിമാനമുണ്ട്, എൻ്റെ സഹോദരിക്ക് അഭിമാനമുണ്ട്, നമ്മുടെ കുടുംബത്തിന് അഭിമാനമുണ്ട്, നമ്മുടെ അയൽവാസികൾക്ക് അഭിമാനമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയാത്ത രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനം, ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതേപോലെ നമ്മുടെ മഹലിനൊരു ലക്ഷ്യം ഉണ്ടാവണം. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഈ ലോകത്തേക്ക് അള്ളാഹു പടച്ച ഒരു ലക്ഷ്യം. എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ഇങ്ങോട്ടേക്ക് അയച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിന് ആരാധന ചെയ്യാനല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല. അതുകൂടാതെ നമ്മുടെ സമുദായത്തെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ഉത്തമ സമുദായത്തിന്റെ ഉത്തമ വ്യക്തികളാണ്. ശരിയല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയാസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന കാര്യം എന്താ? നമ്മുടെ സമുദായത്തെ കുറിച്ചിട്ട് നല്ലതാണോ മോശമാണോ? തീവ്രവാദത്തെ അങ്ങേയറ്റം വെറുക്കുന്ന മതമാണ് ഇസ്ലാം, അല്ലേ? തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മതമാണ് ഇസ്ലാം. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികൾ വേട്ടയാടപ്പെടുന്നത് എന്തുകൊണ്ടാ? തീവ്രവാദം, അല്ലെങ്കിൽ എന്താണ്? രാജ്യത്തിന് സ്നേഹമില്ല. ഹുബ്ബുൽ വത്തൻ അൽ ഈമാൻ എന്നാണ്. രാജ്യത്തെ സ്നേഹിക്കുന്നത് ഈമാന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്തും ഇതിൻ്റെ ആത്യന്തികമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ യുവജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല, നമ്മുടെ യുവാക്കൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യമില്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല, നാം ഓരോ വ്യക്തികൾക്കും ഒരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യമില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ഞാൻ കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു മുസ്ലിമിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്താ? നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളി നടത്തുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി നടത്തുന്ന സമയത്ത് ഒരു ലക്ഷ്യമുണ്ട്. അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആസൂത്രണം ചെയ്യുന്നതിനൊരു ലക്ഷ്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ റഫീഖ് കാനങ്ങാട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ചോദിക്കുകയാണ്, അവിടെ കിളിനോട് ഒരു കണ്ടക്ടറോട് ചോദിക്കുകയാണ്, ഈ ബസ് എങ്ങോട്ടാണ് ചോദിക്കുകയാണ്. അപ്പം എന്താ പറയുക? ഈ ബസ് കാസർഗോഡ്. അടുത്ത ബസ് ചോദിക്കുകയാണ്, ഈ ബസ് എങ്ങോട്ടാണ്? അത് പയ്യന്നൂരേക്ക്. അടുത്ത ബസ് എങ്ങോട്ടാ? അത് പെരുമ്പട്ട. നാലാമത്തെ ബസ് ചോദിക്കുകയാണ്, അത് എങ്ങോട്ടാ? മംഗലാപുരം. അഞ്ചാമത് ചോദിക്കുന്ന സമയത്ത് എന്താ ചോദിക്കുക? അല്ല ചങ്ങാതി, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അതേപോലെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ബിഗിൻ വിത്ത് എൻഡ്, അവസാനം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ആദ്യം നമ്മൾ ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട ലക്ഷ്യം എന്താ? എന്താ ലക്ഷ്യം? ഫിദ്ദുന്യ വഫിൽ ആഹിറത്തി ഹസനത്തൻ വകിന അദാബന്നാർ. ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ വിജയിക്കാൻ പറ്റണം. ഞാൻ ഈ ലോകത്ത് വിജയിക്കണം. അപ്പൊ ആറങ്ങാടിയിൽ എന്ത് ചെയ്യണം? ഒരുപാട് ഡോക്ടർമാരുണ്ടാവണം, ഒരുപാട് എഞ്ചിനീയർമാരുണ്ടാവണം, ഒരുപാട് നല്ല രീതിയിൽ സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുന്ന നല്ല അധ്യാപകരുണ്ടാവണം, നല്ല രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവണം, നല്ല സാമൂഹ്യ പ്രവർത്തകരുണ്ടാവണം.
വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളെ ഉണ്ടാക്കാനുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ടാവണം. ഇതെന്ത് ചെയ്യണം? ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? വിഭാവനം ചെയ്യണം. നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? നല്ല ഡോക്ടർ ആവണം, നല്ല എഞ്ചിനീയർ ആവണം. നാളെ കാസർഗോഡ് ജില്ല ഭരിക്കുന്നത് ആറങ്ങാടിയിലുള്ള ഒരു കുട്ടിയാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അഭിമാനം ഉണ്ടാവോ? ഉണ്ടാവോ? നാളെ കാസർഗോഡ് ജില്ലയിലെ കലക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കലക്ടർ എന്ന് പറയുന്നത് ആറങ്ങാടിയിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അഭിമാനിക്കാം. അതേപോലെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ എന്താണ്, കാനങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ ആറങ്ങാടിയിലുള്ള ഒരു പെൺകുട്ടി ഡോക്ടറായിട്ടുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ട് ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്താണ്, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസപരമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവണം, സാമൂഹികമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവണം, തൊഴിൽപരമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവണം, ദീനീപരമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവണം. എല്ലാ രീതിയിലും വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക പരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ കൂട്ടായ്മക്ക് വളരെയധികം ആവശ്യമാണ്. അതേപോലെ ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യണം? ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ വിജയിക്കാനുള്ള ലക്ഷ്യം ഉണ്ടാവണം. ഈ ലോകത്തും വിജയിക്കണം, പരലോകത്തും വിജയിക്കണം. പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താ? ഞാൻ സാധാരണ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ എന്നെ ആദ്യമായിട്ട് കാണുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട എന്നെ ആദ്യമായിട്ട് കാണുന്ന ആള് എന്താ ചെയ്യുക? ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും? ബഷീർ അറ്റാക്കായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അറിയിക്കും. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഉപയോഗിച്ച എൻ്റെ മൊബൈൽ ഫോണ് എന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിക്കായിരിക്കും. ശരിയാണോ തെറ്റാണോ? ഞാൻ അതുവരെ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ആരായിരിക്കും? അവരുടെ കയ്യിലായിരിക്കും. എൻ്റെ കയ്യിലുള്ള കാശ് ആരുടേതായിരിക്കും? അവരായിരിക്കും ഉപയോഗിക്കുക. എന്നെ കടത്തലെവിടെയാ? ഖബറിൽ കടത്തുന്ന സമയത്ത് എൻ്റെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ വില കൂടിയ ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാളെ മറ്റാരുടേതോ ആയി മാറി. ഞാൻ എന്ത് ചെയ്യുന്നു? 3 കഷ്ണം തുണിയായിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ എവിടെ കിടക്കുന്നു? മണ്ണറയിലേക്ക് കിടക്കുന്നു. ഈ മണ്ണറയിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ മണ്ണറ, ബഷീർ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബഷീറിന് പ്രത്യേകമായിട്ടുള്ള മണ്ണറ ഉണ്ടോ? മണ്ണറയിൽ പോകാൻ വരുന്ന ആള് പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം നമുക്ക് ഹോട്ടലുണ്ട്, നമുക്ക് വ്യവസായ സംരംഭങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പരിശോധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പൈസ കൊടുത്തിട്ട് ഒഴിവാക്കാം. മണ്ണറയിലോ പൈസ കൊടുത്തിട്ട് ഒഴിവാക്കല് ബുദ്ധിമുട്ടാണ്. ശരിയാണോ തെറ്റാണോ? അപ്പം എന്ത് ചെയ്യില്ല? നമുക്ക് കഫം പുടവക്ക് എന്തില്ല? പോക്കറ്റില്ല, അവിടെ എന്തില്ല? അലമാരയില്ല. അതേപോലെ മണ്ണറയിൽ നമ്മളോട് ചോദ്യം ചോദിക്കാൻ വരുന്ന മുങ്കർ നക്കീർ അലൈഹിസ്സലാം എന്ത് ചെയ്യില്ല? കൈക്കൂലി വാങ്ങാറുമില്ല, അല്ലേ? കൈക്കൂലി വാങ്ങാറുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്ത് പണത്തിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്നത് പാരത്രിക ലോകത്തേക്കുള്ള ഒരു അക്കൗണ്ട് എടുക്കാനും മറന്നു പോകുന്നുണ്ട്. സത്യത്തിൽ ഇതിന്റെ സംഘാടകരെ ചെയ്യുന്ന ഒരു പ്രവർത്തനം പാരത്രിക ലോകത്തേക്കുള്ള ഒരു അക്കൗണ്ട് കൂടിയാണ്. ഇതിൽ നമ്മൾ ഓരോ ആൾക്കാർ സഹകരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, സ്നേഹമായ ഒരു പെരുമാറ്റം കൊണ്ട്, ഇതിൽ പങ്കെടുക്കൽ കൊണ്ട്, ഇതിൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും രീതിയിൽ സഹായിക്കൽ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാരത്രികമായിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ശരിയാണോ തെറ്റാണോ? സാധാരണ ഞാൻ അന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പം എന്നോട് ആറങ്ങാടിയുള്ള ഒരു ഉമ്മ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഏപ്രിൽ മെയ്യിൽ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകവും പരലോകവും ഒരുപോലെ വിജയിക്കാൻ വേണ്ടിയിട്ട്. ഈ ലോകം വിജയിക്കണമെങ്കിൽ നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നെഗറ്റീവ്സ് മാത്രമാണ് കേൾക്കുന്നത്. ശരിയല്ലേ? ഏത് പ്രശ്നം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ കാനങ്ങാട്, കാസർഗോഡ് ഭാഗത്ത് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കഞ്ചാവ്, മയക്കുമരുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പത്രത്തിൽ റിപ്പോർട്ട് കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ ഉണ്ടാവുക ആരാണ്? മുജീബ്, അസ്ലം, റഫീഖ്, ബഷീർ, ഖാദർ, മുഹമ്മദ്, ഔക്കർ. ശരിയല്ലേ? അതേപോലെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള മോഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിലും ആരുണ്ടാവും?
ബഷീർ, അഹമ്മദ്, മുഹമ്മദ്, അല്ലേ, സുബൈദ, ഇങ്ങനെ ഉണ്ടാവും. ഏതെങ്കിലും രീതിയിലുള്ള പെൺവാണിഭ കേസുകൾ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള എന്ത് കേസ് എടുത്തു നോക്കിയാലും അതിലും ആരുണ്ടാവും? ഇല്ലേ? ബഷീർ, സുബൈദ, അഹമ്മദ്, സുമയ്യ, ഖാദർ, ഖദീജ, ബി ഫാത്തിമ, ഇവരൊക്കെ ഉണ്ടാവും. ശരിയാണോ തെറ്റാണോ? അപ്പൊ നമ്മളെ കുറിച്ചുള്ള ഇമേജ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് എന്താ? നല്ലതാണോ മോശമാണോ? നല്ലതാണോ? നമ്മുടെ മക്കള്, ചെറിയ കുട്ടികള്, ഇന്ന് എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാല് കൗൺസിലിംഗ് ക്ലിനിക്കിൽ വരുന്ന സമയത്ത് 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികള് കഞ്ചാവ് മയക്കുമരുന്നിന് അടിമകളാണ്. ഇന്നിപ്പോ ആബിദിനൊക്കെ അറിയാം, ഇവിടെ പത്രമാധ്യമങ്ങളിൽ അധികം കാണുന്ന കാര്യമാണ്, സ്പ്രേ പോലുള്ള ഐറ്റംസ് ഇന്ന് കിട്ടാനുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ അവൈലബിൾ ആണ്. ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ രക്ഷിതാക്കള് ബോധവാന്മാരല്ല. പല തരത്തിലുള്ള മയക്കുമരുന്ന് സംഭവങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ടൗണിൽ സുലഭമായിട്ട് കുട്ടികൾക്ക് കിട്ടാനുണ്ട്. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഒരു ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ വെറുതെ ചുമ്മാ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. പലപ്പോഴും നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥികളെ എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും പ്രണയത്തിന് അടിമപ്പെടാം. ഏകദേശം ഒരു 10ാം ക്ലാസ് എടുത്തിട്ട് ഞാനൊരു കുട്ടികളോട് ചോദിച്ചു, ഇതില് പ്രണയിക്കുന്ന എത്ര പേരുണ്ട് എന്ന് പറയുന്ന സമയത്ത് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് ഒരു 60 കുട്ടികളിൽ 30 പേരും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രണയമുണ്ട്. ഞാൻ ഒരു 5 വർഷം മുമ്പ് വരെ ചോദിക്കുന്ന സമയത്ത് വളരെ നിർബന്ധിച്ച് ചോദിച്ചാൽ ഒറ്റക്കുണ്ടായാൽ മാത്രമാണ് പെൺകുട്ടികൾ പറയാ പ്രണയമുണ്ട്. ഇത് ഇന്ന് പബ്ലിക്കായിട്ട് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ടാ? സോഷ്യൽ മീഡിയാസിന്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ട് വന്നു, മൊബൈൽ ഫോണിന്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ട് വന്നു. ശരിയാണോ തെറ്റാണോ? ഞാൻ 1-2 കാര്യങ്ങൾ, ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്നതിന് കാരണം എന്താ? നമ്മൾക്ക് കുട്ടികളെ വളർത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. പണ്ടൊക്കെ ഒരു 5 വർഷം, ഒരു 10 വർഷം മുമ്പ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നോട് രക്ഷിതാക്കൾ പറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളില്ല, കുട്ടികളാവാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയും. ഒരു 5 വർഷം മുമ്പ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുണ്ട്, സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം, സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഇന്ന് എന്നോട് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുണ്ട്, ഇമാതിരി കുട്ടികൾ ഉണ്ടാവരുത്, എങ്ങനെങ്കിലും വണ്ടിക്ക് വീണ് ചതന്നരഞ്ഞു പോയിക്കോട്ടെ, എങ്ങനെങ്കിലും ഈ കുട്ടി മരിച്ചോട്ടെ എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന രക്ഷിതാക്കള്. കഴിഞ്ഞ ആഴ്ച ഞാൻ ആകെ ഷോക്കായി പോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉമ്മ ഒരു ചെറിയ കുട്ടിനെ, ഒരു 7 വയസ്സായ കുട്ടിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് ക്ലിനിക്കിൽ ഇരുന്നിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഉമ്മ കരയാണ്. ഉമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറ്റമുണ്ടോന്ന് അറിയില്ല, ഞാൻ ഒരുപാട് പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവൻ എങ്ങനെങ്കിലും വണ്ടിക്ക് വീണ് ചതന്നരഞ്ഞു പോട്ടെ എന്ന്. ആരാ പറയുന്നത്? ഒരു 7 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ പറയുന്നത്. 7 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ചതന്നരഞ്ഞു പോട്ടെ. ഇതേ അവസ്ഥയിൽ 14-15 വയസ്സായ കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഉമ്മ തന്ത്രം പാലിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മാനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു 15 വയസ്സായ കുട്ടീനെ കൂട്ടിയിട്ട് കൗൺസിലിങ്ങിന് വന്നു ഉമ്മാനെ കാണിക്കാൻ. എന്നിട്ട് ക്ലിനിക്കിൽ വാതിലടച്ച ഉടനെ പറഞ്ഞു ഇതാ ഇവനിക്ക് ഇങ്ങനെ ഉണ്ട് പ്രശ്നം എന്ന് പറഞ്ഞ ഉടനെ ഇവൻ എന്ത് ചെയ്തു, ഉമ്മാനെ അടിക്കുന്ന അവസ്ഥ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. ഉമ്മാനെ അടിക്കുന്ന അവസ്ഥ നേരിട്ട് കാണാൻ പറ്റി. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ആറങ്ങാടിയിൽ ഒരുപാട് പരിപാടി ഉണ്ടായിട്ടുണ്ട്, അതിന് വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ട്രെയിനിങ്, യുവാക്കൾക്ക് മാത്രമായിട്ടുള്ള ട്രെയിനിങ്, വൃദ്ധജനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ട്രെയിനിങ്, യുവതികൾക്ക് മാത്രമായിട്ടുള്ള ട്രെയിനിങ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾക്കുള്ള ട്രെയിനിങ്, പ്രീ മാരിറ്റൽ കൗൺസിലിങ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്, ടീനേജ് അഡോളസൻ കെയർ, അതേപോലെ കരിയർ ഗൈഡൻസ്, അല്ലെങ്കിൽ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മുടെ ഈ മഹല്ലിൽ ഇനി ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഒത്തിരി പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഇനിയും നമുക്ക് ഒത്തിരി പരിപാടികൾ നടത്തേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മഹല്ലിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾ നന്മയുടെ മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ട്, നമ്മുടെ യുവാക്കൾ നന്മയുടെ മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ട്, നമ്മുടെ യുവതികൾ നന്മയുടെ ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് നമ്മുടെ യുവാക്കളെ എടുത്തു നോക്കിയാലും യുവതികളെ എടുത്തു നോക്കിയാലും ആർക്കും എന്തില്ല,
കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഇല്ല. ശരിയാണോ തെറ്റാണോ? ഏകദേശം രാത്രി 12-1 മണി വരെ എന്ത് ചെയ്യും? റോട്ടിലുണ്ടാവും. ആ റോട്ടിലുണ്ടാവുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചും അറിയാം ഉത്തമ സമുദായത്തിൻ്റെ ഉത്തമ വ്യക്തിത്വങ്ങളാണ്. ശരിയാണോ തെറ്റാണോ? ഇപ്പം നമ്മൾ മംഗലാപുരത്ത് നിന്ന് കാർ എടുത്ത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈറ്റ് കാണും. ഒരു 10:30 മണിക്ക് ശേഷം ലൈറ്റ് കാണുകയാണെങ്കിൽ പറയാം നമ്മുടെ സമുദായത്തിൻ്റെ ആണെന്ന് പറയാം. 10:30 മണിക്ക് ശേഷം ലൈറ്റ് ആണെങ്കിൽ. മറ്റുള്ള സമുദായത്തിലുള്ള വ്യക്തികൾ എന്താണ്? രാത്രി നേരത്തെ കിടക്കുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ സാധാരണ എൻ്റെ വീട്ടിൽ 9 മണിക്കൊക്കെ പുറത്ത് ലൈറ്റ് എത്തും. എത്ര മണിക്ക്? 9 മണിക്ക്. സ്കൂളിൽ കുട്ടീനെ, ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടീനെ യാത്ര അയക്കുന്ന സമയത്താണ് ഉമ്മ എന്ത് ചെയ്യുക? ഈ ലൈറ്റ് ഓഫ് ചെയ്യുക. ശരിയാണോ തെറ്റാണോ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും, ഞാൻ ഗൾഫുകാരോട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, രാത്രി 8 മണിക്ക് ശേഷം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കരുത്. ടെലിഫോണ്, അതേപോലെ TV, ടാബ്, അങ്ങനെയുള്ള ഒരു കാര്യം പോലും എന്ത് ചെയ്യരുത്. രാത്രി 8 മണിക്ക് ശേഷം ഉപയോഗിക്കുന്ന എന്ത് ചെയ്യണം? നിങ്ങൾ നിർത്തണം. അതുകൂടാതെ രാവിലെ എത്ര നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുമോ, നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ എത്ര നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുന്നേൽക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത്രയും നേരത്തെ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഏറ്റവും നന്നായിട്ട് വർക്ക് കിട്ടുന്ന സമയമാണ് രാവിലെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അലസന്മാരാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് എന്താണ്, ഉറങ്ങുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? വിളിച്ചുണർത്താം. ഉറക്കം നടിക്കുന്ന ആളെയോ? ഉറങ്ങുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം? തട്ടി എഴുന്നേൽപ്പിക്കാം. ഉറക്കം നടിക്കുന്ന ആളെയോ? അടിച്ചെഴുന്നേൽപ്പിക്കണം എന്നാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടില് തീ പിടിക്കുന്നുണ്ട് നിൽക്കാം. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കിയ സമയത്ത് ഒരു 3 മണിക്ക് 4 മണിക്ക് 3 മണിക്ക് എന്ത് ചെയ്യുന്നു? വീട്ടിന് തീ പിടിച്ചു, നമ്മുടെ മക്കളെല്ലാം കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആ മക്കളെ എഴുന്നേൽപ്പിക്കോ ഇല്ലയോ? ചില ഉമ്മമാര് ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട്, രാവിലെ സുബീക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ എണീക്കൂല, അല്ലെങ്കിൽ എൻ്റെ മോൾ എണീക്കൂല, എത്ര വിളിച്ചു കഴിഞ്ഞാലും എണീക്കൂല. ഇപ്പൊ രാവിലെ 3 മണിക്ക് എൻ്റെ വീട്ടിന് തീ പിടിച്ചു. അപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ അവിടെ കിടക്കാണ്. എന്താ ചെയ്യാ? നിങ്ങളുടെ മക്കളെ എഴുന്നേൽപ്പിക്കോ ഇല്ലയോ? എഴുന്നേൽപ്പിക്കോ? എന്തുകൊണ്ടാ? എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ തീയിൽ എന്ത് ചെയ്യും? നമ്മുടെ മക്കള് അകപ്പെടും. ശരിയാണോ തെറ്റാണോ? ഈ തീയിൽ നമ്മുടെ മക്കള് അകപ്പെടുന്നുള്ള പേടിയോടുകൂടിയിട്ട് എന്ത് ചെയ്യും? മോനെ എണീക്കതാ, അപ്പുറത്തെ വീട്ടിൽ തീ പിടിച്ചു, നമ്മളെ വീട്ടിനും തീ പിടിക്കാണ്, പെട്ടെന്ന് എഴുന്നേറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കത്തിച്ചാമ്പലാവും. എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ തീ പിടിക്കുന്ന സമയത്ത് വിലപിടിപ്പുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ചാടും. ശരിയാണോ തെറ്റാണോ? ആ വിമാനം അപകടത്തിൽ പോലും ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അടികൂടിയത്. ബാക്കിയുള്ളവരെന്താണ്? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അടികൂടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ തീ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ മുഴുവനും തട്ടി എഴുന്നേൽപ്പിച്ച് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു സുബ്ഹ് നമസ്കാരം കളാക്കുന്ന സമയത്ത് ഒരു ഹുക്കുബ ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാല് 2,88,600,000 വർഷം നരകത്തിൽ കിടക്കുന്ന ശിക്ഷ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ പെട്ടെന്ന് നമ്മൾ എഴുന്നേൽപ്പിക്കാറുണ്ടോ? ആ കുട്ടികളോട് വളരെ തീവ്രമായിട്ട് നരകത്തിന്റെ കത്തി ആളുന്ന നരകത്തിൽ നിന്ന് എൻ്റെ മകളെ രക്ഷിക്കണം എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവാറുണ്ടോ? അതേ ബോധത്തോടു കൂടിയിട്ട് നാം നമ്മുടെ മക്കളെ എഴുന്നേൽപ്പിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാം. നമ്മൾ പലപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ, ഇന്ന് പല ഉമ്മമാരും ചോദിക്കുക, യഥാർത്ഥത്തിൽ എന്നോട് വന്നിട്ട് ചോദിക്കുക, അല്ല ഉണ്ടോ? അല്ല ഉണ്ട് എന്നൊന്നും തോന്നുന്നില്ല. അല്ല ഉണ്ട് എന്നൊന്നും തോന്നുന്നില്ല. അപ്പൊ എന്താണ്? അല്ല ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലല്ലേ നിസ്കരിക്കണ്ടോ? ഇപ്പൊ ഇന്നലെ വന്നിട്ട് ക്ലിനിക്കിൽ വന്നിട്ട് ഒരു പെണ്ണുങ്ങൾ ചോദിച്ചു, നിസ്കരിച്ചിട്ട് എന്താ, ഓതിയിട്ട് എന്താ, ഒരു കാര്യമില്ല. അപ്പൊ അവിടെ മക്കൾ എന്താ ചെയ്യാ? നിസ്കരിക്കോ? ഓതോ? ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യോ? നമ്മൾ പറയാറുണ്ട് സൈക്കോളജിയിൽ 2 മനസ്സുണ്ട് എന്ന് പറയും. ഒന്ന് ബോധ മനസ്സും രണ്ടാമത്തത് ഉപബോധ മനസ്സ്. ഈ ബോധ മനസ്സ് എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ബീജം ഒരു സ്ത്രീയുടെ അണ്ടവും സംയോജിച്ചത് മുതൽ ഉണ്ടാവുന്ന എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും കൂടിയതാണ് ബോധ മനസ്സ്. ഉപബോധ മനസ്സ് എന്ന് പറയുന്നതോ?
ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ബീജം ഒരു സ്ത്രീയുടെ അണ്ടവും സംയോജിച്ചത് മുതലുള്ള എല്ലാ സന്തോഷങ്ങളും കൂടിയതാണ്. ബോധ മനസ്സ് വെറും 10% മാത്രമേ ഉള്ളൂ. ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് 90%. ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് 90%. ഈ 90% മനസ്സിലേക്ക് കിട്ടുന്നത് ചെറിയ പ്രായം മുതൽ നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് കുട്ടി വേണ്ടാത്തതാണെന്നുള്ള ചിന്ത പോലും കുട്ടിനെ ബാധിക്കുന്നത്. അത് മുതൽ നമ്മുടെ ഉപബോധ മനസ്സ് തുടങ്ങിയിട്ടുണ്ട്. അത് മുതൽ നമ്മുടെ ഉപബോധ മനസ്സ്, പിന്നീട് നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. എല്ലാ കുട്ടികളും ജനിക്കുന്നത് രാജകുമാരനും രാജകുമാരിയായിട്ടെന്നാണ് പറയുന്നത്. സൈക്കോളജി പറയുന്നത് ഓരോ കുട്ടികളും ജനിക്കുന്നത്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അഥവാ സൈക്കോളജി പറയുന്നത് എല്ലാവരും ജനിക്കുന്നത്, ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ കുട്ടിയും രാജകുമാരനും രാജകുമാരിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വളർത്തുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് അവരെന്ത് ചെയ്യുന്നു, കിണറ്റിലെ പൊട്ടത്തവളകളായിട്ട് എന്ത് ചെയ്യുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ഇപ്പൊ സാധാരണ ഞാൻ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചെറിയ കുട്ടികളെ കൂട്ടിയിട്ട് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഉമ്മമാര് കുട്ടികളെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് ടാബ് കൊടുക്കും. ഞാൻ പറയും, കുട്ടികളെ കയ്യിൽ മൊബൈലോ ടാബോ ഒന്നും കൊടുക്കല്ലേ. ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച, ആബിദിനറിയാം, കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യത്തിന്. ദുബായിൽ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറഞ്ഞാൽ പോലും വിശ്വസിക്കൂല, കേവലം 3 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. കേവലം 3 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിലേക്ക് പോയത്. ഒരു 5 ദിവസത്തെ കൗൺസിലിംഗ്. എന്താ കാരണം? ഈ 3 വയസ്സായ ഒരു കുട്ടി, ഞാൻ വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട സിംസാർ ഉസ്താദുമായിട്ട് ഈ വിഷയം ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. 3 വയസ്സായ കുട്ടി, എന്താ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്താ തെറ്റുണ്ടാവുക? ഈ കുട്ടി മൊബൈൽ ഫോൺ, നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു, നിസ്സാരമായിട്ട് കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നു. ഈ കുട്ടി എന്ത് ചെയ്യുന്നു, മൊബൈൽ ഫോണിലൂടെ ഏറ്റവും കൂടുതൽ ഗാലറി നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീണ്ടും ഗാലറി പോകുന്നു, നോക്കുന്നു. അങ്ങനെയുള്ള കുട്ടി ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു, യൂട്യൂബ് സെർച്ച് ചെയ്യുന്നു. യൂട്യൂബിൽ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സെക്ഷലായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. യൂട്യൂബിൽ ഒരുപാട് സെക്ഷലായിട്ടുള്ള വീഡിയോസ്. 3.5 വയസ്സുള്ള കുട്ടി ഉപയോഗിച്ച ഫോണിൻ്റെ റീസെൻറ്റ് പ്രോഗ്രാംസ് നോക്കുന്ന സമയത്ത് സെക്ഷലായിട്ടുള്ള വീഡിയോസ് ഒത്തിരി കണ്ട രംഗമാണ് കാണുന്നത്. ഉമ്മാനെ കാണുന്ന സമയത്ത് ഈ കുട്ടി മൊബൈൽ ഫോൺ മറച്ചു വെക്കുന്ന ഒരവസ്ഥ. 3 വയസ്സായ കുട്ടി. അപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് എന്തില്ല, ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള ഒരു അജണ്ട നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ട് നമ്മുടെ പിഞ്ചോമന മക്കൾക്കുള്ള ട്രെയിനിങ്, കളിക്കൂട്ടം, കുരുന്നുകൂട്ടം, ചങ്ങാതിക്കൂട്ടം എന്ന രീതിയിൽ പണ്ടൊക്കെ ഇവിടെ ഒത്തിരി ക്ലാസ് നടന്നിട്ടുണ്ട്. അതേ രീതിയിൽ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ മോറലായിട്ടുള്ള, ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ് നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ, സാധാരണ പലരും ഉമ്മമാർക്ക്, ഇന്നത്തെ യുവതികൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ ഇതെങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് അവർക്കില്ല. ഇന്ന് പല ഭാഗത്ത് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവതികൾക്ക് ആഗ്രഹമുണ്ട്, നമ്മളെപ്പോലെ എന്ത് ചെയ്യരുത്, നമ്മുടെ മക്കൾ ആവരുത് എന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാവർക്കും. ഇതിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മോൻ എന്നെ പോലെ ആവണമെന്ന്? ആണോ? ഇതിൽ എത്ര പേർക്ക് എൻ്റെ മകൻ എന്നെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്? ആണോ? ഉമ്മമാർക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ മകൻ എന്നെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ മോൻ എന്നെ പോലെ ആവരുത് എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. എൻ്റെ മകൻ എന്നെ പോലെ ആകരുത്. ഒത്തിരി ആഗ്രഹമുണ്ട്, എൻ്റെ മകൻ നല്ല രീതിയിലേക്കാവണം, സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന വ്യക്തിയാവണം, ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന വ്യക്തിയാവണം. പക്ഷെ അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലുള്ള സംഘടനകൾ, ഇതേപോലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾ കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് പാരൻറ്റിങ് എഫക്റ്റീവ്നെസ് കോഴ്സ് കൃത്യമായിട്ട് കുട്ടികളെ വളർത്തുന്നത്, അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി മനഃശാസ്ത്രപരമായ പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാവേണ്ടിയിരിക്കുന്നുണ്ട്.
അതേപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകൾ. എങ്ങനെ കൃത്യമായിട്ട് നാളെ വേറെ വീട്ടിലേക്ക് പോകേണ്ട പെൺകുട്ടികൾ, അവിടെ കൃത്യമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള പെരുമാറ്റങ്ങൾ, സഹോദരിമാരോടുള്ള പെരുമാറ്റങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യകത, പ്രീ മാരിറ്റൽ കോഴ്സ്. അതേപോലെ കല്യാണം കഴിഞ്ഞവർ കൃത്യമായിട്ട് പോസ്റ്റ് മാരിറ്റൽ കോഴ്സുകൾ. അതേപോലെ നമ്മുടെ 10ാം ക്ലാസ് പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം, എങ്ങനെ ഒരു ഡോക്ടർ ആവണം, എങ്ങനെ എഞ്ചിനീയർ ആവണം, എങ്ങനെ സിവിൽ സർവീസ് പഠിക്കണം. അതേപോലെ നമ്മൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വഫിയത്ത് അതേപോലുള്ള കോഴ്സുകൾ, ഹുദവി കോഴ്സുകൾ കുറിച്ച് കരിയറിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള കരിയർ ക്ലാസ്സുകൾ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ നമ്മുടെ യുവാക്കൾക്ക് കൃത്യമായിട്ടുള്ള ഓർഗനൈസിങ്, സംഘടനാ പാഠവം, ലീഡർഷിപ്പ്, കൃത്യമായിട്ട് ഒരു വ്യക്തിത്വ വികസനം, അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, അതേപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻ, 4 ആളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഇത്, ഒരു കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താനുള്ള കാര്യങ്ങൾ, അവിടെ ആശയവിനിമയം, അതോടൊപ്പം തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്, ക്രിയേറ്റിവിറ്റി, ഇതേപോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, വർക്ക്ഷോപ്പ്. അതേപോലെ നമ്മൾക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം, അതോടൊപ്പം തന്നെ ആസ് എ മുസ്ലിം നമ്മുടെ റോൾ എന്താ, ആസ് എ മുസ്ലിം നമ്മുടെ ചിന്തകൾ നല്ലതാണോ, നമ്മുടെ വാക്കുകൾ നല്ലതാണോ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളാണോ, നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ഒരു ലക്ഷ്യം, കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു പദ്ധതി, ഒരു പ്രൊജക്റ്റ് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ മഹലിനെ എന്ത് ചെയ്യാം, നമ്മുടെ മഹലിനെ, നമ്മുടെ ഈ പ്രദേശത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം നമ്മൾക്ക് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നാം ഓരോ ആൾക്കാരും നന്നായിട്ട് പരിശ്രമിക്കണം. അറിയോ റെഡി? ഹലോ ഹലോ സാധാരണ രീതിയിലുള്ള ഒരു പരിശീലനമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പരിശീലനത്തിൻ്റെ ഒരു അന്തരീക്ഷമല്ല ഇവിടെ. ഒരു പരിശീലനത്തിനേക്കാൾ ഉപരി രാവിലെ മുതൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സ്ഥിരമായിട്ട് പറയാറുണ്ട്, ഒരു മന്ത്രി വന്നിട്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഏത് പ്രദേശത്തിൻ്റെ? ഈ പ്രദേശത്തിൻ്റെ. അപ്പം എല്ലാവരും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണുള്ളത്. എനിക്ക് വളരെ സന്തോഷമുള്ള സ്ഥലമാണിത്. ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള 1-2 ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ വെക്കാം. അറങ്ങാടിയിൽ ഇനിയും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേ രീതിയിൽ രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്, അതോടൊപ്പം കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കും, വാക്കുകൾ നല്ലതാണെങ്കിൽ നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കും. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഇരു ലോകവും വിജയിക്കുന്ന രീതിയിലേക്കുള്ള ഷെയറിങ് നമുക്ക് ആവശ്യമാണ് കുട്ടികളോട്. നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ കമ്മിറ്റി നേതാക്കളോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ നാട്ടിലുള്ള യുവാക്കളോട് സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞത് പരമാവധി കുറ്റപ്പെടുത്താതെ ഇനി അങ്ങോട്ട് പോസിറ്റീവായ രീതിയിലേക്ക് മുന്നേറാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മളെ യുവാക്കളെ എപ്പോഴും അവരങ്ങനെ തന്നെയാണ്. എപ്പോഴും അവരൊരു പരിപാടിയിൽ സഹകരിക്കാത്തവരാണ്, റോഡിലിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മോശമായ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നവരാണ് എന്ന കുറ്റപ്പെടുത്തലുകൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ നമ്മുടെ ഈ പരിപാടിയുമായിട്ട് പരമാവധി സഹകരിപ്പിക്കാനും നമ്മുടെ കൂടെ ഒരുമയോട് കൂടിയിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാ നമുക്ക് ആ യുവാക്കളെ മാത്രം വിളിച്ചുകൊണ്ട്, ഞാൻ അബിദിനോട് മുമ്പേ സംസാരിച്ച കാര്യമാണ്, യുവാക്കളെ മാത്രം വിളിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം. ഒരു യാത്ര പോലെ, ഒരു ടൂർ പോലെ ഇൻഷാ അല്ലാ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ, കാര്യങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാം. നമ്മൾ ഒരിക്കലും ഒഴിവാക്കേണ്ട ഒരു കൂട്ടരല്ല യുവാക്കൾ, ആണോ? നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിന് ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരുമയോട് കൂടിയിട്ട് പരമാവധി നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മികച്ച രീതിയിലേക്ക് വളർത്തിയെടുക്കേണ്ട ടീമാണ് നമ്മുടെ യുവാക്കൾ. ഇൻഷാ അല്ലാ അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഉമ്മമാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ യുവാക്കൾ, നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ ആരാണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പെൺമക്കളാണെങ്കിലും
നമ്മുടെ ആൺമക്കളാണെങ്കിലും അവരുടെ ചങ്ങാതിമാരാരാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവർ കൂട്ടുകൂടുന്ന ആൾക്കാർ, അവരുടെ നാട്, അവരുടെ രീതികൾ, അവരുടെ സ്വഭാവ രീതികൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. അത് കൃത്യമായിട്ട് പഠിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്ഷിക്കാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല, തൃക്കരിപ്പൂര് പഴയങ്ങാടി ഭാഗത്തൊക്കെ ഉണ്ട് പിന്നെ ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ. പലപ്പോഴും മഹ്റമല്ലാത്ത ആൺകുട്ടികൾ പെൺകുട്ടികൾ കൂടിച്ചേരുന്ന ഒരവസ്ഥ, പലപ്പോഴും പ്രൊജക്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിലെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിച്ചേരുന്ന അവസ്ഥ, ഇത് പലപ്പോഴും മോശമായ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച പ്രൊജക്റ്റിൻ്റെ വർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഇടകലരുന്ന സമയത്ത് ഒരുപാട് മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ട് നല്ല ലക്ഷ്യബോധം നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ ഇടപെടുന്നത്, പഠിക്കുന്നത്, ഇടപഴകുന്ന രീതി, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ടുള്ള ഒരു ചിട്ട, രക്ഷിതാക്കൾ പലപ്പോഴും ശരിയായ രീതിയിൽ രാത്രി, ഞാൻ പറയാറുണ്ട്, രാത്രി കിടക്കുന്നതിന് ഒരു 2.5 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കുക, രാത്രി നേരത്തെ കിടക്കുന്ന ശീലം ഉണ്ടാക്കുക. ഒരു മുസ്ലിം ഫാമിലി എന്ന് പറയുന്ന സമയത്ത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാക്കുക. എപ്പോഴും എൻ്റെ മക്കള്, എൻ്റെ മകൻ നരകത്തിൻ്റെ തീയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹുക്കുബ, ശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സുബഹ് നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ 2,88,600,000 വർഷം നരകത്ത് കിടക്കുന്ന ശിക്ഷയാണ്. ശരിയല്ലേ? അപ്പം എൻ്റെ മക്കള് രാവിലെ സുബഹ് നമസ്കാരം മുതൽ എനിക്ക് വളർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് മുതൽ ആവശ്യമാണ്. അപ്പം എൻ്റെ മകൻ എന്ത് ചെയ്യില്ല, രാത്രി വീട്ടിൽ കയറി വരുന്ന സമയത്ത്, ഒരു പാതിരാത്രിക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ആയിട്ട് തന്നെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. അതേപോലെ നാട്ടിലെ മുതിർന്ന ആൾക്കാർ ഒരു 10 മണിക്ക് ശേഷം നമ്മുടെ യുവാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് കർശനമായ രീതിയിൽ തടയുന്ന രീതിയിലുള്ള മുതിർന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവണം. കർശനമായ രീതിയിൽ പറ്റൂല, ഈ നാട്ടിൽ ഇങ്ങനെ പറ്റൂല, നമ്മുടെ നാട്ടിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യുവാക്കളെ കൃത്യമായിട്ട് ഒരു 10 മണിക്ക് മുമ്പ്. പലപ്പോഴും നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് ഒരുപാട് ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മഹല്ല് ജാഗ്രതാ സമിതികൾ. മഹലിൻ്റെ നല്ല ഉന്നമനത്തിന് വേണ്ടിയിട്ട് മഹല്ല് ജാഗ്രതാ കമ്മിറ്റികൾ ഈ രാത്രി റോഡ് സൈഡിൽ അനാവശ്യമായിട്ട് നടക്കുന്നത്, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള കേസുകളിലുള്ള കുട്ടികളെ വേറെ തന്നെ രീതിയിലേക്ക്, നന്മയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മഹല്ലിൽ ഇതേപോലെ തന്നെ മഹല്ലിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പാ പദ്ധതികൾ, പലിശ കൂടാതെയുള്ള വായ്പാ പദ്ധതികൾ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇതേ രീതിയിലുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ മുസ്ലിം ആണോ എന്നുള്ളത് ഓരോ ആൾക്കാരും ചിന്തിക്കുക. എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മനസ്സിൽ തട്ടി എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മക്കളെ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക ബോധത്തോടുകൂടി വളർത്താൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാണ്, ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന രീതിയിലേക്ക് എനിക്ക് എൻ്റെ മക്കളെ വളർത്താൻ പറ്റുന്നുണ്ടോ? ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് ബോധം വേണം. സാധാരണ ഉസ്താദ്മാർ പറയാറുണ്ട് അല്ലേ, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി, പക്ഷെ നമ്മൾ മരിക്കുന്ന സമയത്ത് ആകെ ഉണ്ടാവുന്ന എന്താ? ഇതാ മാത്ത ഇൻസാനുൻ ഇങ്കത്ത അമലുഹു ഇല്ലാ സലാസ്. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് വലതുൻ സ്വാലിഹുൻ യദുഹു ലഹു, നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മക്കള്. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാര്, എത്ര പേർക്ക് പറയാൻ പറ്റും ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മകൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന എത്ര ഉമ്മമാർക്ക്, ഹലോ, ഇവിടെ ഇരിക്കുന്ന എത്ര ഉമ്മമാർക്ക് പറയാൻ പറ്റും എൻ്റെ മകൾ, എൻ്റെ മകൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുള്ളത്? ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ എൻ്റെ മകൾ, എൻ്റെ മകൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു പറയാൻ പറ്റുമോ? ഞാൻ അതേപോലെ ചെറിയ കുട്ടികൾക്ക് കൗൺസിലിംഗ് എടുക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയും, ഇല്ല, ഉപ്പാന്ന് തോന്നിയിട്ടില്ല, ഉമ്മാന്ന് തോന്നിയിട്ടില്ല. എൻ്റെ ഉപ്പാനെ ഞാൻ 3 വർഷം കൂടുമ്പാണ് കാണാം, അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പാണ് കാണാം, എനിക്ക് ഉപ്പാന്ന് തോന്നിയിട്ടില്ല. പലപ്പോഴും പെൺകുട്ടികൾ പലപ്പോഴും പറയുന്നത് ഉപ്പാന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് വേറെ ആൾക്കാരെ സ്നേഹിക്കേണ്ടി വന്നത്. എനിക്ക് ഒരുപാട് ഒളിച്ചോട്ട കേസുകൾ, കാനങ്ങാട്, കാസർഗോഡ് ഭാഗത്തുനിന്ന് ഒരുപാട് ഒളിച്ചോട്ട കേസുകൾ, അഫെയർ കേസുകൾ,
എൻ്റെ ക്ലിനിക്കിൽ വരാറുണ്ട് കൗൺസിലിങ്ങിന്. ആ വരുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ഉപബോധ മനസ്സിൽ ഉപ്പയുടെയും ഉമ്മയുടെയും പ്രിന്റ് ഇല്ല. ഉപ്പയുടെയും ഉമ്മയുടെയും പ്രിന്റ് അവരുടെ മനസ്സിലില്ല. ഇതെന്തുകൊണ്ട് പറ്റിയത്? അവർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വാക്കുകൾ കൊണ്ടുള്ള സ്നേഹമല്ല വന്നത്, സാധനങ്ങൾ കൊണ്ടുള്ള സ്നേഹമാണ് വന്നത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു, വീട് വെച്ചു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു, ശരിയല്ലേ? ഹലോ. അപ്പൊ രാവിലെ മുതൽ ഇരിക്കുന്ന ഉമ്മമാരാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാ ഞാൻ ആബിദിനോട് പറയുന്നു, ഇനി വേറെ ഒരു ദിവസം ഇൻഷാ അല്ലാ രക്ഷിതാക്കൾക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ ക്ലാസ്സും യുവാക്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ക്ലാസ് വെക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കുള്ള രോഗം സമൂഹത്തെ വളരെ കലുഷിതമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്രയും തകർക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ശരിയായ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഉമ്മത്ത്, മുസ്ലിം സമുദായം എന്ന് പറയുന്നത്, ഉത്തമ സമുദായത്തിൻ്റെ ഉത്തമ വ്യക്തികൾ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലേക്ക്, ചിന്തിക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തമ സമുദായത്തിൻ്റെ ഉത്തമ വ്യക്തികൾ നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമായി വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഓരോ ആൾക്കാരും ശ്രമിക്കണം. നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഇതിനു വേണ്ടി പരമാവധി വിനിയോഗിക്കണം. അതോടൊപ്പം തന്നെ ഇതേപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ, ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയാതെ, അവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഇത്തരം പരിപാടിയിൽ നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുക. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായത്. ആബിദ് എന്നോട് പറഞ്ഞ സമയത്ത് ഈ ഒരു സന്തോഷം കൊണ്ടാണ് ഇതിൽ പങ്കെടുത്തത്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ ഈ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ, നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ ആകെ ഇന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തേക്കുള്ള അക്കൗണ്ട് നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പാരത്രിക ലോകത്തേക്കുള്ള അക്കൗണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൊടുക്കേണ്ടത്, ഇന്ന് മുതൽ എൻ്റെ ചിന്തകൾ നല്ലതായിരിക്കും. ഒന്നെല്ലാവരും പറഞ്ഞേ, നല്ല ചിന്ത. ഒന്നെല്ലാവരും പറയാറ, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്തയോടെ നല്ല വാക്കിലേക്കും നല്ല വാക്കിലൂടെ നല്ല പ്രവൃത്തിയിലേക്കും ഞങ്ങൾ മുന്നോട്ട്. അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർക്കുക, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. ഞങ്ങൾ എന്താണ്? ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്.